യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി വീണ്ടും ദൈവം സ്നേഹിക്കുന്ന ദൈവജനത്തിന് മുമ്പാകെ വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളും പുതിയ സമർപ്പണങ്ങളും തരുവാനായി ഇടവരുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എവിടെ നിന്നാണ് എന്നെ വിളിച്ചത്, എൻ്റെ പാരമ്പര്യം എന്തായിരുന്നു, എൻ്റെ സ്വഭാവം എന്തായിരുന്നു, എൻ്റെ കുടുംബം എന്തായിരുന്നു എന്നെല്ലാം ചിന്തിക്കുവാൻ കർത്താവ് എനിക്ക് ഇടവരുത്തുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു വ്യക്തിയെ കാണുവാനായി ഇടവന്നു. അദ്ദേഹം ഞങ്ങളുടെ അവിടെ വന്ന ഒരു ലൈൻമാനാണ്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ആ ദേശത്തു നിന്ന് മാറി മറ്റൊരു ദേശത്തേക്ക് പോയ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ അടുത്ത് ഞാൻ വന്നതും ഇവിടെ സ്റ്റേജെല്ലാം കെട്ടി നടീ നടന്മാരെയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് നാടകമെല്ലാം നടത്തിയതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ആ കുടുംബം ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആ കുടുംബം ഞങ്ങളുടെ കുടുംബമായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ആ കുടുംബത്തിലെ 2ാം തലമുറക്കാരനാണ് ഞാനെന്ന്. എൻ്റെ കർത്താവ് എവിടെ നിന്നാണ് എന്നെ വിളിച്ചതെന്ന് ഓർക്കുവാൻ തക്കവണ്ണം എനിക്കിടവന്നു. നടന്മാരുടെയും നടിമാരുടെയും നാടകങ്ങളുടെയും സിനിമയുടെയും എല്ലാം മധ്യത്തിൽ നിന്ന് ഇന്ന് എൻ്റെ കുടുംബത്തിൽ അന്ന് സ്റ്റേജ് കെട്ടിയത് നാടകം നടത്തുവാനായിരുന്നുവെങ്കിൽ, അന്ന് സ്റ്റേജ് കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് നാടകം കാണിച്ചു കൊടുക്കുവാനായിരുന്നുവെങ്കിൽ, ഇന്ന് വീടിന് മുറ്റത്ത് സ്റ്റേജ് കെട്ടി സുവിശേഷം പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന് ഇടവരുത്തിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യം വളരെ വൃത്തികെട്ട ഒരു പാരമ്പര്യമാണ്. ഞങ്ങളുടെ കുടുംബം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് പിന്നാലെ നടന്ന കുടുംബമാണ്. എന്നാൽ ഇന്ന് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനായി എൻ്റെ കുടുംബം തുറക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനും സിനിമാ പാട്ടുകളും നാടക പാട്ടുകളും സിനിമാ നടന്മാരെയും നടിമാരെയും എല്ലാം വിളിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിൽ സുവിശേഷകർ വിളിക്കുവാനും അനേകർ വന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാനും അനേകർ സത്യസുവിശേഷം കേൾക്കുവാനും തക്കവണ്ണം കുടുംബത്തിൻ്റെ വാതിൽ തുറക്കുവാൻ തക്കവണ്ണം ഒരു വലിയ സുബോധവും ഒരു രൂപാന്തരവും ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപയാൽ തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു അടയാളത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് കർത്താവ് ആദ്യം പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന്. തെറ്റിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇന്നത്തെ രീതികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും പ്രോസ്പെരിറ്റി ഗോസ്പൽ മാത്രമേ കേൾക്കുവാനായിട്ടുള്ളൂ. സത്യസുവിശേഷം ശരിയായി പഠിപ്പിക്കുന്ന കൂട്ടങ്ങളിലേക്ക് ആളുകൾക്ക് വരുവാനായിട്ട് താല്പര്യമില്ല. വന്നാൽ തന്നെയും ലക്ഷ്യം ശരിയല്ലാത്തതുകൊണ്ട് അവിടെ സ്ഥിരമായി വരുവാനും സാധിക്കുന്നില്ല. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ സുബോധമില്ലാതെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്നെ കയറിപ്പിടിച്ചതായ, എന്നെ കടന്നു പിടിച്ചതായ, എന്നെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ചരടുകളാൽ ബന്ധിച്ചതായ ദൈവം എൻ്റെ 19-ാമത്തെ വയസ്സ് തൊട്ട് തെറ്റിപ്പോകാതിരിപ്പാൻ, വിശ്വാസം തണുത്തു പോകാതിരിപ്പാൻ എൻ്റെ കർത്താവ് കൂട്ടായ്മയോട് സത്യവചനത്തോട് ചേർത്ത് നിർത്തി. എനിക്കറിയാം, കടന്നു വരുമ്പോഴൊക്കെയും എന്നോടാണ് സംസാരിക്കുന്നത്. എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, നീ നന്നായിട്ടില്ല, നിനക്കിനിയും ശരിയാകാനായിട്ടുണ്ട്, ഈ രീതിയിൽ പോയാൽ നിത്യസ്വർഗം നിനക്ക് നഷ്ടമായി പോകും എന്നെല്ലാം എൻ്റെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. മറ്റെവിടെയും പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള വചനം കേൾക്കാനായിട്ടില്ല. അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, അഭിവൃദ്ധിയുടെ കാര്യങ്ങളാണ് പറയുന്നത്, രോഗശാന്തിയുടെ കാര്യങ്ങളാണ് പറയുന്നത്, ഈ ലോകത്തിൽ ധനവും പണവും എല്ലാം നേടുന്നതായ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ സത്യവചനം കേൾക്കുന്നിടത്ത്
അവിടെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അവിടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്, പാപബോധമാണ് തരുന്നത്. എനിക്ക് കടന്നു വരുമ്പോഴെല്ലാം ഇതുവരെയും ഒന്നും ആയിട്ടില്ല എന്നുള്ള സത്യവചനം എനിക്ക് കേൾക്കുവാനായിട്ട് ഇടവരുന്നു. എന്നാൽ അന്ത്യകാലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അനേകർ തെറ്റിപ്പോവാനായിട്ട് ഇടവരും. അനേകർക്ക് ദൈവം ഇവിടെയുണ്ട് അവിടെയുണ്ട്, വചനം ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെയും ഇവിടെയുമായി സ്ഥിരതയില്ലാതെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തെളിവായി വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ കടന്നു വരുമ്പോൾ ഹൃദയത്തിന് കുത്തുകിട്ടുകയാണ്. ഇവിടെ കടന്നു വരുമ്പോൾ ഞാൻ ശരിയായിട്ടില്ല, ഈ രീതിയിൽ പോയാൽ നിത്യസ്വർഗത്തിൽ കയറുകയില്ല എന്നുള്ള വചനമാണ് കിട്ടുന്നത്. എൻ്റെ ലക്ഷ്യം ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വചനത്തോട് താല്പര്യമില്ല. എനിക്ക് അഭിവൃദ്ധിയുടെ വചനത്തോടാണ് താല്പര്യം, എനിക്ക് രോഗശാന്തിയുടെ വചനത്തോടാണ് താല്പര്യം. ഇതെല്ലാം കർത്താവ് തരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് രോഗം സൗഖ്യം വരുത്തുവാനായിട്ടല്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പട്ടിണി മാറ്റുവാനായിട്ടല്ല. പക്ഷേ കർത്താവ് രോഗം സൗഖ്യം വരുത്തിയിട്ടില്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ലേ? 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ? എല്ലാം കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കർത്താവ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു സുബോധം കൃപയാൽ കർത്താവ് എനിക്ക് തന്നു, നമുക്ക് അനേകർക്ക് ലഭിച്ചിരിക്കുന്നതു. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് ചെയ്തതായ എല്ലാ കാര്യങ്ങളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞതായ ആ ക്രൂശിലേക്ക് കൊണ്ടുവരാനായി, നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവൻ ആ ക്രൂശിൽ മരിച്ചതെന്ന് നമുക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ നമ്മിൽ അനേകർ രോഗശാന്തിക്ക് വേണ്ടി വരുന്നു. ധനത്തിൻ്റെതായ ബുദ്ധിമുട്ട് ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ അത് മാത്രമായി തീരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അന്ത്യകാലത്ത് നമ്മുടെ വിശ്വാസം ഹനിക്കപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ കുടുംബ പാരമ്പര്യം നോക്കിയാൽ, എന്നാൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചരദിച്ചു വെക്കുന്നത്, എന്താണ് കൂട്ടി വെക്കേണ്ടത്, ആ ഒരു വ്യക്തമായ വിശ്വാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പലതും കരുതിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥമായിട്ട് സമ്പാദിക്കേണ്ടത്? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതെ, തലമുറകൾ മാറി 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 വരുന്നതായ വിശ്വാസം. ആ വിശ്വാസം നിന്നിൽ മാത്രമല്ല, നിൻ്റെ അമ്മയിലും ഉണ്ട്, നിൻ്റെ വലിയമ്മയിലും ഉണ്ട്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണ് ചരദിച്ചു വയ്ക്കുന്നത്, എന്താണ് പകർന്നു കൊടുക്കുന്നത്? പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠനത്തിനായിട്ട് നല്ല കാര്യങ്ങളാണ്, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും, വിവാഹത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ എവിടെയാണ് കോംപ്രമൈസ് വരുന്നത്? എന്തിലാണ് കോംപ്രമൈസ് വരുന്നത്? പലപ്പോഴും വിശ്വാസത്തിലാണ് കോംപ്രമൈസ് വരുന്നത്. എന്താണ് ആ വിശ്വാസം? ഒരേ ഒരു വിശ്വാസം മാത്രം. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും, ഈ ഭൂമിയിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ, ഈ ഭൂമിയിൽ നമുക്ക് രോഗമുണ്ടോ ഇല്ലയോ, ഈ ഭൂമിയിൽ നമുക്ക് ധനമുണ്ടോ ഇല്ലയോ, പണമുണ്ടോ ഇല്ലയോ, ജോലി ഉണ്ടോ ഇല്ലയോ, ഇതൊന്നുമല്ലല്ലോ. നമ്മൾ ഒരിക്കൽ ഈ ലോകത്തു നിന്ന് യാത്ര പറയും. മരണം വഴിയായി സകല മനുഷ്യരും മരണം വഴിയായി ഈ ലോകത്തോട് യാത്ര പറയും. അപ്പോൾ ഒരു നിത്യ സ്വർഗമുണ്ട് എന്നുള്ള വിശ്വാസം. ആ നിത്യസ്വർഗത്തിൽ പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം എന്നെ പരിപൂർണമായി ശുദ്ധീകരിച്ച് എനിക്ക് വേണ്ടി അവൻ മരിച്ച് എന്നെ പുതിയ ഒരു മനുഷ്യനാക്കി പുതിയൊരു രൂപാന്തരം നൽകി എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം അനേകർക്കില്ല. കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ വിശ്വാസം തണുത്തു പോകുന്നു. എന്താണ് യഥാർത്ഥമായി വിശ്വസിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാതെ നാം ഈ കാണുന്നതായ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമാണോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? മറ്റു പല മതക്കാരും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ കാണുവാനായിട്ട് ഇടവന്നു, അതുകൊണ്ടാണ് പറയുന്നത് പല മതക്കാരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്ത് വിശ്വാസമാണുള്ളത്? അവർക്ക് രോഗശാന്തി വേണം, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തുവാനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകണം. അതുപോലെയുള്ള വിശ്വാസമാണോ നമുക്കുള്ളതെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പലപ്പോഴും എൻ്റെ വിശ്വാസം തണുത്തു പോകുന്നു. എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് സംശയങ്ങൾ വരുന്നു. എൻ്റെ വിശ്വാസം എനിക്ക് ഒന്നോടെ ഉറപ്പിച്ച് നീങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല.
പാരമ്പര്യമായി എനിക്ക് വിശ്വാസം പകർന്നു കിട്ടിയിട്ടില്ല. എന്നാൽ കൃപയാൽ എനിക്ക് തന്നതായ വിശ്വാസം എൻ്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചുവെന്നും ഈ ഭൂമിയിൽ വെച്ച് മരിച്ചുവെന്നും അത് മരിച്ചത് എന്നെ നിത്യതയിൽ എത്തിക്കുവാൻ തക്കവണ്ണം എനിക്ക് രൂപാന്തരം നൽകുവാൻ തക്കവണ്ണം എന്നെ പരിപൂർണമായി ഒരു ശുദ്ധനാക്കി തീർത്ത് അവൻ്റെ തിരുരക്തത്താൽ കഴുകി കൃപയാൽ എന്നെ നിത്യതയിൽ എത്തിക്കാൻ തക്കവണ്ണമാണ് അവൻ മരിച്ചതെന്നുള്ള ആ ഉത്തമമായ ഒരു ബോധ്യം, ഒരു നിത്യ സ്വർഗമുണ്ട് എന്നും ഒരു നിത്യ നരകമുണ്ട് എന്നുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൃപയാൽ തന്നിരിക്കുന്നു. എന്നാൽ തലമുറകളിലേക്ക് ആ വിശ്വാസം നാം പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മൾ കൂട്ടായ്മയ്ക്ക് കടന്നു വന്നു, നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുത്തു, നമുക്ക് ഉള്ളിലൊരു വിശ്വാസം കിട്ടി, ഒരു നിത്യ സ്വർഗമുണ്ട് എന്ന് കിട്ടി, നാം ഇന്നുവരെയും ശരിയായിട്ടില്ല എന്നുള്ളത് കിട്ടി. എന്നാൽ ഓരോ ശുശ്രൂഷകളും നടക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും കൃപയാൽ കഴുകി തന്ന് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി എന്നുള്ളത് നമുക്ക് ബോധ്യം കിട്ടി. എന്നാൽ ഇറങ്ങി ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റു പലതും കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 5:12 ഒന്ന് വായിക്കാം. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് ലഭിച്ചതായ അടിസ്ഥാനം, നമുക്ക് ലഭിച്ചതായ വിശ്വാസം ഒരു കാരണവശാലും നാം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടവരുത്തരുത്. വീണ്ടും അതിൻ്റെ 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6:12 ഒന്ന് വായിക്കാം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം എന്നാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസമാണ് എപ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും പല ആലോചനകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എൻ്റെ വിശ്വാസം ശരിയാണോ? ഞാൻ ഈ പോകുന്ന കൂട്ടായ്മ ശരിയാണോ? അവിടെ കേൾക്കുന്ന വചനം ശരിയാണോ? ഇതെല്ലാം പല സംശയങ്ങളും വരും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് മറ്റ് പലതിലേക്കും പോകുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ കൃത്യമായി അതിനകത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ ഒരു കാരണവശാലും ഇളകരുതെന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. 2:15 കൂടി വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അവിടെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയാണ്, വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലോ വല്ല ലേഖനത്താലോ നിങ്ങൾ വേഗം ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. നമ്മൾ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം കേൾക്കാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ മറവിൽ അനേക വ്യാജ ആത്മാക്കൾ അവിടെ പ്രചരിക്കുവാനായിട്ട് ഇടവരും. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചതായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാൽ അവസാനത്തോളം നിൽക്കുമെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവിടെയും ഇവിടെയും പോയി നമ്മുടെ വിശ്വാസത്തെ ഒരു കാരണവശാലും ഇളക്കുന്നതായ ഒരു കാര്യങ്ങളും കേൾക്കുവാനായിട്ട് ഇടവരരുത്. പലപ്പോഴും നമ്മൾക്കറിയാം, പല സുവിശേഷ പന്തലുകളിലും സംസാരിക്കുന്നത് പാപബോധത്തെക്കുറിച്ചല്ല, നിത്യജീവനെക്കുറിച്ചല്ല, നിത്യ സ്വർഗത്തെക്കുറിച്ചോ നിത്യ നരകത്തെക്കുറിച്ചോ അല്ല. നമ്മൾ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം ഹനിക്കുവാനായിട്ട് ഇടവരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന്. ഒരു കാരണവശാലും വിശ്വാസം ഇളകുവാനായിട്ട് ഇടവരരുത് എന്ന് വീണ്ടും എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അതെ, ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഒരു കാരണവശാലും നമുക്ക് ഈ സ്വന്തമായി ഒരു വിശ്വാസം ഉണ്ടാക്കുവാനോ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുവാനോ സാധിക്കുകയില്ല. അതെല്ലാം വലിയ കൃപയാണ്.
പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് വിലയേറിയ വിശ്വാസമെന്ന്. ഈ വിലയേറിയ വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ പരിപൂർണമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ ആപ്തവാക്യം എന്താണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. വിശ്വാസത്തിൻ്റെ നായകനാണ്. നമുക്ക് വിശ്വാസം കുറയുന്നുവെങ്കിൽ, നമുക്ക് സംശയങ്ങൾ വരുന്നുവെങ്കിൽ ഈ നായകനോടല്ലാതെ മറ്റാരോടും ചോദിക്കുവാനായിട്ടില്ല. അവിടെയും ഇവിടെയും പോയി ആവശ്യമില്ലാത്തതെല്ലാം കേട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസം ഇളകുവാൻ ഇടവരരുത്. അതുകൊണ്ട് പരിപൂർണമായി നമുക്ക് പാപബോധം തരുന്നതായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുനിമിഷം സമർപ്പിച്ചുകൊണ്ട് എന്ന് നാം കടന്നു പോകുന്നു നാം അറിയുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇളകിപ്പോകാതെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പരിപൂർണമായ അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.